നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യം ജനാധിപത്യത്തിലേക്ക് തിരികെയെത്തുന്നതിന്റെ സൂചികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാനായില്ലെങ്കിലും ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു. പണാധിപത്യത്തിൽ അഭിരമിച്ച് മാർക്സിയൻ മൂല്യങ്ങളെ ബലികഴിക്കുന്ന CPM-ൽ ആഭ്യന്തര കലഹം മൂലമുള്ള പൊട്ടിത്തെറി അകലെയല്ലെന്നും CP ജോൺ. പാലക്കാട്ട് CMP ജില്ലാ പ്രവർത്തക കൺവെൻഷൻ. യൂത്ത് കോൺഗ്രസ് യങ് ഇന്ത്യ ക്യാമ്പയിന് പാലക്കാട് ജില്ലയിൽ തുടക്കം. ആദ്യ ക്യാമ്പയിൻ തൃത്താലയിൽ. പട്ടാമ്പിയിൽ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ്. താഴെത്തട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്താൻ യൂത്ത് കോൺഗ്രസ് ശക്തിപ്പെടണം. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും രോഗികളോടുള്ള നിഷേധാത്മക സമീപനത്തിനും സൂപ്രണ്ടിന്റെ അനാസ്ഥയ്ക്കുമെതിരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് DYFI മാർച്ച്. സർക്കാരിനെതിരെ ജനവികാരമുണ്ടാക്കാൻ ആശുപത്രിയിൽ ചിലർ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ടെന്ന് DYFI പാലക്കാട് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ. ആശുപത്രിയിലെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒറ്റപ്പാലം നഗരസഭാ അധികൃതർ. തൃശൂർ മേയർ MK വർഗീസിനെതിരെ ആഞ്ഞടിച്ച് VS സുനിൽകുമാർ. തെരഞ്ഞെടുപ്പിൽ വർഗീസ് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു. മേയർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് പരിഗണനയിലുണ്ടെന്ന് തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിലെ കാലതാമസത്തിനെതിരെ കോൺഗ്രസ്. മേലെ മഞ്ഞളുങ്ങലിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സ്വതന്ത്ര നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ലോക്കോ പൈലറ്റ് സമരത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്തെങ്കിലും മറ്റ് അച്ചടക്ക നടപടികൾ തുടരുമെന്ന് റെയിൽവേ. സമരത്തിന് കാരണമായി സംഘടന പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പാലക്കാട് അഡീഷണൽ ഡിവിഷണൽ മാനേജർ K അനിൽകുമാർ. വടക്കൻ കേരളത്തിലെ ട്രെയിനുകളിലെ വൻ തിരക്ക് കുറയ്ക്കാൻ പ്രദേശത്തെ ഓഫീസുകളുടെ പ്രവർത്തന സമയം ക്രമീകരിക്കാനുള്ള സാധ്യത തേടി സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും ADRM. പോലീസ് വാഹനമിടിച്ച് പരിക്കേറ്റ ചെറുതുരുത്തി പയങ്കുളം സ്വദേശിനിയായ വീട്ടമ്മയുടെ ചികിത്സാ ചെലവ് പോലീസ് പൂർണ്ണമായും വഹിച്ചില്ലെന്ന് പരാതി. നട്ടലിന് പരിക്കേറ്റ 41 വയസ്സുള്ള രജനി ഇപ്പോഴും ചികിത്സയിൽ. അപകടം നടന്നത് കഴിഞ്ഞ മെയ് 11 കൊളപ്പുള്ളി മെറ്റൽ ഇൻഡസ്ട്രീസ് പരിസരത്ത് വെച്ച്. പെരുങ്ങോട്ടുകുറിശ്ശിയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥി ക്ലാസ് മുറിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യം ജനാധിപത്യത്തിലേക്ക് തിരികെയെത്തുന്നതിന്റെ സൂചികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. പാലക്കാട്ട് CMP ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർക്സിയൻ ദർശനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയും ബലികഴിക്കുന്ന CPM-ന് അധികനാൾ ജനഹൃദയത്തിൽ തുടരാനാകില്ലെന്നും CP ജോൺ പറഞ്ഞു. സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണിയെയും ആക്ഷേപിച്ച CPM-ന് മുഖം രക്ഷിക്കാൻ കോൺഗ്രസിനെ ചാരി നിൽക്കേണ്ടി വന്നു. ജനാധിപത്യത്തെക്കുറിച്ച് പറയുകയും പണാധിപത്യത്തിൽ അഭിരമിക്കുകയും ചെയ്യുന്ന CPM-ൽ ആഭ്യന്തര കലഹം മൂലമുള്ള പൊട്ടിത്തെറി അകലെയല്ല. സാമ്പത്തിക ദിശാബോധമില്ലാത്തതിൻ്റെയും സുഖലോലുപതയിൽ അഭിരമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായാണ് കടക്കെണിയിലേക്ക് കേരളത്തെ സംസ്ഥാന സർക്കാർ തള്ളിവിട്ടത്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ നേട്ടങ്ങൾക്ക് പുറത്തിരുന്നാണ് പിണറായി സർക്കാർ വികസനത്തെക്കുറിച്ച് പറയുന്നത്. വിഴിഞ്ഞം അതിനുദാഹരണമാണെന്നും CP ജോൺ പറഞ്ഞു. 30,000 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ 30,000 കോടി രൂപ ഇനി ആർക്കും കൊടുക്കാതെ അവിടെ നിന്ന് എന്തെങ്കിലും ക്ഷേമ പെൻഷനോ കാര്യങ്ങൾക്കോ കൊടുത്ത് നമ്മുടെ കേരളത്തിൽ ആദ്യമായി പദ്ധതിയെ കശാപ്പ് ചെയ്യുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയൻ മാറി. അതിന് വിളിക്കുന്ന പേര് പ്ലാൻ ബി എന്ന്. ഞാനതിന് വിളിക്കുന്ന പേര് പ്ലാൻ ബി എന്നല്ല, നോ പ്ലാൻ എന്നാണ്. നോ പ്ലാൻ, പ്ലാൻ ഇല്ലായ്മ. പ്ലാനിനെ ഇല്ലായ്മ ചെയ്യുക. നമ്മുടെ നാട്ടിലെ പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗക്കാരുടെ ആവാസ കേന്ദ്രങ്ങളിൽ ഒരു റോഡ് പണിയണമെങ്കിൽ പ്ലാൻ ഇല്ല, റോഡ് നന്നാക്കാൻ പ്ലാൻ ഇല്ല. CMP ജില്ലാ സെക്രട്ടറി P കലാധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KA കുര്യൻ, S അനിൽകുമാർ, K സുമ, K അരവിന്ദാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യങ് ഇന്ത്യ ക്യാമ്പയിന് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. തൃത്താലയിൽ നടന്ന ജില്ലയിലെ ആദ്യ ക്യാമ്പയിൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. സംഘടനയെ ശക്തിപ്പെടുത്താൻ താഴെത്തട്ടിൽ നിന്നുമുള്ള പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും കോൺഗ്രസിന് അധികാര കേന്ദ്രങ്ങളിൽ എത്തണമെങ്കിൽ അതിനാവശ്യമായ പ്രവർത്തനം അനിവാര്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അത്രപോലും പ്രയാസമില്ല സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ നടത്താൻ. ഒരു വിരലുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണല്ലേ. ആ പണി ചെയ്യാൻ എത്ര പേര് തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ 10 പേര് മാത്രം എഴുന്നേറ്റിട്ട്
നിങ്ങൾക്ക് തൃത്താലയിൽ MLA വേണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി വേണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേണം എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ഞാൻ രണ്ടുപേരുടെ ഉദാഹരണം പറഞ്ഞു. ഈ 2024 ആണ്ടിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 2024 ആണ്ടിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടാളുകളുടെ കോൺട്രിബ്യൂഷൻ പറഞ്ഞു. ഒന്ന്, 2024 ആണ്ടിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വിജയത്തോടടുത്ത ആ അവസ്ഥയ്ക്ക് കാരണക്കാരനായ ഒന്നാമത്തെ മനുഷ്യന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അയാൾ അതിനുവേണ്ടി 4500 കിലോമീറ്റർ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് നടന്നു. സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം യങ് ഇന്ത്യ ക്യാമ്പയിനിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടെത്തിയാണ് നേതൃത്വം നൽകുന്നത്. പരിപാടിയിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് നഹാസ് അധ്യക്ഷനായി. നേതാക്കളായ അബിൻ വർക്കി, KS ജയഘോഷ്, വൈശാഖ്, VT ബൽറാം, OK ഫാറൂഖ്, അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ, CV ബാലചന്ദ്രൻ, ഡോക്ടർ സരിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സർക്കാരിനെതിരായ ജനവികാരമുണ്ടാക്കാൻ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ചില ഡോക്ടർമാരും ജീവനക്കാരും ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ടെന്ന് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ. ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും രോഗികളോടുള്ള നിഷേധാത്മക സമീപനത്തിനും ആശുപത്രി സൂപ്രണ്ടിന്റെ അനാസ്ഥയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐ താലൂക്ക് കമ്മിറ്റി ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KC റിയാസുദ്ദീൻ. ഒറ്റപ്പാലം ടൗണിൽ നിന്നാണ് ആശുപത്രിയിലേക്ക് മാർച്ച് ആരംഭിച്ചത്. താലൂക്ക് ആശുപത്രി കവാടത്തിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. സർക്കാരിനെതിരെ ജനവികാരമിളക്കിവിടാൻ ചില ഡോക്ടർമാരും ജീവനക്കാരും ശ്രമിക്കുന്നുണ്ടെന്നും ഇതിന് ആശുപത്രി സൂപ്രണ്ട് മൗനാനുവാദം നൽകുകയാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ആരോപിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഒരിക്കൽ കൂടി ആശുപത്രിയിലേക്ക് വരുത്തരുത്. അങ്ങനെ സംഭവിച്ചാൽ കസേര മാത്രമല്ല സൂപ്രണ്ടും ഉണ്ടാകില്ലെന്ന് റിയാസുദ്ദീൻ പറഞ്ഞു. കൊണ്ട് അത് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷവുമായി ഈ ഗവൺമെന്റിനെ പൊതുജനങ്ങൾക്കിടയിൽ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റിന്റെ ജനകീയ ആരോഗ്യ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോ ഞങ്ങളിവിടെ നിൽക്കാൻ ഞങ്ങളെ കുറിച്ചൊക്കെ അറിയാലോ ഡിവൈഎഫ്ഐ. അപ്പൊ ഞങ്ങളിവിടെ ജനകീയമായ ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു മാർച്ച് നടത്തി. അവിടെ ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു, മുദ്രാവാക്യം വിളിച്ചു, പ്രതിഷേധിച്ചു. ഇതൊരു സൂചനയായ മാർച്ചായി ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചു. ഞങ്ങളിപ്പോൾ തിരിച്ചു പോകും. പക്ഷേ ഒരു വരവ് കൂടെ ഞങ്ങൾ വന്നാൽ അതിനകത്തിരിക്കുന്നവൻ സൂപ്രണ്ട് ആരായാലും ആ കസേര മാത്രമല്ല അയാൾ അവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടാവും. അപ്പോൾ മാത്രമേ ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നുള്ളൂ. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി C രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ M രഞ്ജീഷ്, ഒറ്റപ്പാലം ബ്ലോക്ക് സെക്രട്ടറി PS അബ്ദുൽ മുത്തലിഫ്, പ്രസിഡന്റ് PK ഗിരീഷ്, ഷൊർണൂർ ബ്ലോക്ക് പ്രസിഡന്റ് K രാഹുൽദാസ്, ജില്ലാ കമ്മിറ്റി അംഗം MP കൃഷ്ണപ്രിയ എന്നിവർ പ്രസംഗിച്ചു. ആശുപത്രിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്ന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. യങ് ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പി നിയോജക മണ്ഡലം ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി, സ്റ്റേറ്റ് സെക്രട്ടറി റെനോ P രാജൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വൈശാഖ് ദർശൻ, OG ജനീഷ്, അനു താജ്, OK ഫാറൂഖ്, മാത്യു K ജോൺ, C വിഷ്ണു, നോബൽ, ആനന്ദ് K ഉദയൻ, ഷമീം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കല്ലുകയറ്റി വന്നിരുന്ന ടോറസ് ലോറിക്ക് തീപിടിച്ചു. ഷൊർണൂർ തൃശൂർ പാതയിൽ വാഴക്കോട് കയറ്റത്തിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ടോറസിന്റെ ക്യാബിനിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് തീപിടുത്തത്തിന് കാരണം. സോഷ്യൽ ജസ്റ്റിസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷമീർ മണലാടിയും സംഘവും ചേർന്ന് പ്രാഥമിക രക്ഷാപ്രവർത്തനം നടത്തി. തുടർന്ന് വടക്കാഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ നിതിൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തീയണച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തീപിടുത്തം മൂലം സംസ്ഥാനപാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. കലേഷ് കുമാർ, ഗോപകുമാർ, സുഭാഷ്, അനിശാൽ, രതീഷ്, ഡ്രൈവർമാരായ മുസ്തഫ, വിഷ്ണു, ഹോംഗാർഡ് നാരായണൻകുട്ടി തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
പട്ടാമ്പി കുളപ്പുള്ളി പാത ഗതാഗത യോഗ്യമാക്കാനുള്ള കാലതാമസത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. വാടനംകുറിശി, ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മേലെ മഞ്ഞുളിലായിരുന്നു പ്രതിഷേധ സമരം. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ തകർച്ച മൂലം വാഹനയാത്ര ഏറെ പ്രയാസമാണ്. പാതയിലെ പല ഭാഗങ്ങളിലും കുഴികളാണ്. നിർമ്മാണം തുടങ്ങി 1 വർഷത്തിലധികമായിട്ടും പാത നിർമ്മാണം എങ്ങും എത്തിയില്ല. ഈ സാഹചര്യത്തിലാണ് പാത ഗതാഗത യോഗ്യമാക്കാനുള്ള കാലതാമസത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. വാടാനംകുറിശി, ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി സേവന ആശുപത്രിക്ക് സമീപത്തെ പാതയിലായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ച പോലെ 1 വർഷം കൊണ്ട് ഈ റോഡ് റബ്ബറൈസ് ചെയ്ത് നമുക്ക് ഗതാഗത യോഗ്യമാക്കി തരും എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇതിൻ്റെ പണി എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. മാത്രമല്ല, കുണ്ടും കുഴിയുമായിട്ട് സാധാരണക്കാരന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ഈ കുളപ്പള്ളി പട്ടാമ്പി റോഡിൽ. ചില ഭാഗങ്ങളിൽ പണി പൂർത്തീകരിക്കാൻ ആദ്യഘട്ട പണി പൂർത്തീകരിച്ചു. എന്നാൽ അവിടെ തന്നെ പല ഭാഗങ്ങളിലും പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മരം മുറി അടക്കം കഴിയാതെ പണി കാൽഭാഗമായും പോലും ആകാതെ കിടക്കുകയാണ്. ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് EP യൂസഫ് അധ്യക്ഷനായി. KPCC മെമ്പർ റിയാസ് മുക്കോളി, P രൂപേഷ്, ജയശങ്കർ കൊട്ടരത്തിൽ, അബൂബക്കർ സിദ്ദിഖ്, മുസ്തഫ, PP ഉണ്ണികൃഷ്ണൻ, ഷാഫി കാരക്കാട്, ഷാഫി മരുദൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലോക്കോ പൈലറ്റുമാരുടെ സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും മറ്റ് ശിക്ഷാ നടപടികൾ തുടരുമെന്ന് ADRM K അനിൽകുമാർ. വടക്കൻ കേരളത്തിലേക്കുള്ള ട്രെയിനിലെ തിരക്ക് പരിഗണിച്ച് ഓഫീസുകളുടെ സമയക്രമം മാറ്റുന്നത് പരിഗണിക്കാൻ സർക്കാരിന് കത്തു നൽകിയതായും ADRM പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ തിരക്കുണ്ടാകുന്ന രാവിലെയും വൈകിട്ടും സമയം ക്രമീകരിക്കുന്നതിന്റെ പ്രായോഗികതയാണ് പരിശോധിക്കേണ്ടതെന്ന് DRM ചൂണ്ടിക്കാട്ടി. മന്ത്രി V അബ്ദുറഹ്മാനുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. വിവിധ ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം കൂട്ടി, ഒന്നിലും കുറച്ചിട്ടില്ല. ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചു. പരശുറാമിൽ 2 കോച്ചുകൾ കൂടുതലായി ഘടിപ്പിച്ചു. കൂടുതൽ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ട്രാക്കുകളുടെ പരിശോധനയും ബലപ്പെടുത്തലും അനിവാര്യമായതിനാൽ അതിന് നിശ്ചയിച്ച സമയത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നും ആ സമയത്ത് സർവീസ് നടത്താനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്കോ പൈലറ്റ് സമരത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടവരെ തിരിച്ചെടുത്തെങ്കിലും മറ്റ് അച്ചടക്ക നടപടികൾ തുടരുമെന്നും DRM അറിയിച്ചു. സമരത്തിന് കാരണമായി സംഘടന പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്കോ പൈലറ്റുമാർക്ക് മറ്റിടങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് ഡിവിഷനിൽ കുറഞ്ഞ സമയമാണ് ഡ്യൂട്ടി. നിയമമനുസരിച്ച് 10 മണിക്കൂർ ജോലിയുണ്ടെങ്കിലും ഇവിടെ യാത്രാവണ്ടിയിൽ ദിവസം 4 മണിക്കൂർ 51 മിനിറ്റും ചരക്കുവണ്ടിയിൽ 5 മണിക്കൂർ 56 മിനിറ്റും ഡ്യൂട്ടി മതി. മറ്റു സോണുകളിൽ മാസം 110 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഇവിടെ ഇത് 80 മണിക്കൂറാണെന്ന് DRM പറഞ്ഞു. ലോക്കോ പൈലറ്റ്സിന് ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നില്ല. അവരുടെ വർക്കിംഗ് അവേഴ്സ് വളരെ കൂടുതലാണ്. പാലക്കാട് ഡിവിഷനകത്ത് ജാനുവരി തൊട്ട് ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം പാസഞ്ചർ ട്രെയിനുകളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ലോക്കോ പൈലറ്റ്സ് 4 മണിക്കൂർ 51 മിനിറ്റും ഗുഡ്സിനകത്ത് വർക്ക് ചെയ്യുന്ന ലോക്കോ പൈലറ്റ്സ് 5 മണിക്കൂർ 56 മിനിറ്റുമാണ് ജോലി ചെയ്തിട്ടുള്ളത്. ഈ ജോലിക്ക് ശേഷം ഇവർക്ക് ആവശ്യത്തിന് വിശ്രമിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങൾ റെയിൽവേ റണ്ണിംഗ് റൂമുകൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ റണ്ണിംഗ് റൂമുകളായ പാലക്കാട്, ഷൊർണൂർ, കണ്ണൂർ, കോഴിക്കോട്, മംഗലാപുരം സ്റ്റേഷനുകളിൽ എല്ലാ റണ്ണിംഗ് റൂമുകളിലും എയർ കണ്ടീഷൻ ഫെസിലിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അതിന് പുറമെ മെഡിറ്റേഷൻ റൂം, വാട്ടർ കൂളർ, പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ഇത്തരം സൗകര്യങ്ങളും എല്ലാ റണ്ണിംഗ് റൂമുകളിലും ലഭ്യമായിട്ടുണ്ട്. അതിനു പുറമെ വളരെ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണവും ഈ റണ്ണിംഗ് റൂമുകളിൽ അവൈലബിൾ ആണ്. സീനിയർ ഡിവിഷണൽ ഇലക്ട്രിക് എഞ്ചിനീയർ V അനൂപും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മേയർ MK വർഗീസിനെതിരെ ആഞ്ഞടിച്ച VS സുനിൽകുമാർ. തെരഞ്ഞെടുപ്പിൽ MK വർഗീസ് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് VS സുനിൽകുമാർ. മേയർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് പരിഗണനയിലെന്ന് VK ശ്രീകണ്ഠൻ.
തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ തനിക്കു വേണ്ടിയല്ല മറിച്ച് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് മേയർ പ്രവർത്തിച്ചതെന്ന് VS സുനിൽകുമാർ. MK വർഗീസിനെ മേയർ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്നു. വിഷയം LDF ചർച്ച ചെയ്യുമെന്നും VS സുനിൽകുമാർ. ആയിരക്കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഞാനിവിടെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നടത്തിയ വികസന പ്രവർത്തനത്തെ പറ്റി പറയാതെ NDA സ്ഥാനാർത്ഥിയുടെ മഹിമയെക്കുറിച്ച് പറയാമെന്ന് പറയുന്നതാണ് NDAക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ അങ്ങനെ നിർവഹിച്ച ഒരാളെ പറ്റിയിട്ട് ഞാൻ സംശയിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇതിപ്പോൾ മേയറുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസമല്ല. മേയർ എന്ന് പറയുന്ന വ്യക്തി CPMൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സ്വതന്ത്രനായി കോൺഗ്രസ് റിബലായിട്ട് മത്സരിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ രാഷ്ട്രീയ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതാണ്. അതൊരു ജെൻറ്റിൽമാൻ അഗ്രിമെൻ്റാണ്. അത് അദ്ദേഹം പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹം CPIക്ക് അർഹതപ്പെട്ട ഒരു വർഷത്തെ മേയർ സ്ഥാനം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടും മേയർ വിട്ടുകൊടുക്കാതിരുന്നപ്പോഴും CPI അതിനെപ്പറ്റി ഒരു അഭിപ്രായവും അല്ലെങ്കിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ പരാതി പറയുന്നതിന് കാരണം രാഷ്ട്രീയമായി ഉണ്ടായിട്ടുള്ള ഈ വഞ്ചനയാണ്. അത് ഞങ്ങൾക്കൊരിക്കലും ഒരു ഇടതുപക്ഷ മേയർ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പരസ്യമായി CPI തള്ളിയതോടെ മേയറുടെ ഭൂരിപക്ഷം നഷ്ടമായെന്നും MK വർഗീസ് രാജിവെക്കണമെന്നും DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ. മേയർ തൽസ്ഥാനത്ത് ഇരിക്കാൻ ഒരു നിമിഷം പോലും യോഗ്യതയില്ലാതായിരിക്കുക. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ എത്രയും പെട്ടെന്ന് രാജിവെക്കണം. ഇത് രാഷ്ട്രീയ കാരണം മാത്രമല്ല, ഒരു മേയർ എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ് കഴിഞ്ഞ 3 മാസത്തിലേറെയായിട്ട് അദ്ദേഹം. നിയമപരമായി നിയമാനുസൃതമായി വിളിച്ചു കൂട്ടേണ്ട കൗൺസിൽ യോഗം പോലും വിളിച്ചു കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം നടത്തിയ സ്പെഷ്യൽ കൗൺസിൽ അത് നിയമാനുസൃതമുള്ള ഒരു കൗൺസിലല്ല. 30 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം കൗൺസിൽ വിളിച്ചു ചേർക്കണം എന്നുള്ള നിയമം മേയർ തന്നെ ലംഘിച്ച ഒരു സാഹചര്യത്തിൽ നിയമപരമായിട്ടും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല. ഇതിൽ മറുപടി പറയേണ്ട, വ്യക്തമാക്കേണ്ട CPM ജനങ്ങളോട് നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം. മേയറെ മാറ്റണമെന്ന നിലപാടിൽ CPIയും അവിശ്വാസത്തിനുള്ള തയ്യാറെടുപ്പിൽ കോൺഗ്രസുമുള്ള സാഹചര്യത്തിൽ തൃശൂർ കോർപ്പറേഷനിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് കടുത്ത ഭരണ പ്രതിസന്ധിയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയോധികരായ സർവീസ് പെൻഷൻകാരെ സംസ്ഥാന സർക്കാർ നിരന്തരം അവഗണിക്കുകയാണെന്ന് KSSPA സംസ്ഥാന സെക്രട്ടറി C. ബാലൻ. സർക്കാർ അവഗണനയ്ക്കെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു C. ബാലൻ. ചിലവ് നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ പ്ലാൻ B തട്ടിപ്പ് മാത്രമാണെന്നും C. ബാലൻ ചൂണ്ടിക്കാട്ടി. മണി ഓർഡർ വഴി പെൻഷൻ വാങ്ങിക്കുന്നവർക്കാണ് പെൻഷൻ ലഭിക്കാത്തത്. ഇത്തരത്തിൽ പെൻഷൻ വാങ്ങിക്കുന്ന സംസ്ഥാനത്തെ 40,000-ഓളം പെൻഷൻകാരാണ് ദുരിതമനുഭവിക്കുന്നത്. ശാരീരിക പ്രയാസമുള്ള വയോധികരോട് പോലും കടം പറയുന്ന സർക്കാരാണ് കേരളത്തിലേത്. രാഷ്ട്രീയവൽക്കരണവും ചൂഷണവുമാണ് സർക്കാരിൻ്റെ മുഖമുദ്ര. പെൻഷൻകാരോടുള്ള സർക്കാരിൻ്റെ അവഗണനയെ ഇടതു സംഘടനകൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് അടിമത്വമാണെന്നും ബാലൻ പറഞ്ഞു. കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ കൂടുതൽ വയസ്സായിട്ടുള്ള ആളുകൾ, അസുഖങ്ങൾ ബാധിച്ചു കിടക്കുന്ന ആളുകളൊക്കെ തന്നെ ആശ്രയിക്കുന്നത് മണി ഓർഡർ മുഖേന വിതരണം ചെയ്യുന്ന പെൻഷൻ സമ്പ്രദായത്തിലാണ്. നമുക്കറിയാം, ആ പെൻഷൻ വരുന്ന സമയത്ത് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൊച്ചു മക്കളുണ്ട്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പെൻഷൻ ലഭിക്കുമ്പോൾ അവർക്ക് ഉടുപ്പുകൾ ലഭിക്കും, അല്ലെങ്കിൽ അവർക്ക് മധുര പലഹാരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കൊച്ചു മക്കളുണ്ട്. നമുക്കറിയാം, 12 ദിവസമായിട്ടും സാങ്കേതികത്വത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മണി ഓർഡർ മുഖേനയുള്ള പെൻഷൻ 24,000 ആളുകൾക്ക് നിക്ഷേപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. R. പ്രഫുൽകുമാർ, VP രാധാകൃഷ്ണൻ, R. മണി, A. ഗോപിനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നവീകരണ പ്രവൃത്തികൾ പാതിവഴിയിലായതോടെ
സ്തംഭനാവസ്ഥയിലായി കോങ്ങാട് കേരളശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാത. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരം നവീകരണം നടത്തേണ്ട റോഡാണ് 3 വർഷത്തോളമായിട്ടും ഗതാഗതയോഗ്യമാവാതെ യാത്രക്കാർക്ക് ദുരിതയാത്ര സമ്മാനിച്ച് ശോചനീയാവസ്ഥയിൽ തുടരുന്നത്. കോങ്ങാട് കേരളശ്ശേരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളശ്ശേരി കള്ളപ്പാടി കുണ്ടുവാപ്പാടം വഴി കടമ്പഴിപ്പുറം 16-ാം മൈൽ വഴി കടന്നുപോകുന്ന പ്രധാന റോഡാണിത്. 2021 ആരംഭിച്ച് 22-ൽ തീരേണ്ട റോഡാണ് 2024 ആയിട്ടും പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ കിടക്കുന്നത്. റോഡ് നവീകരണത്തിനായി പ്രാഥമിക ഘട്ടത്തിൽ കുഴിച്ച ഓവുചാലുകളും റോഡിലെ കുഴികളും മഴക്കാലത്ത് യാത്രാ ദുരിതം ഇരട്ടി വർദ്ധിപ്പിച്ചതായി യാത്രക്കാർ പറയുന്നു. റോഡിലെ കുഴികളിൽ ചെളിവെള്ളവും ചെടിയും നിറഞ്ഞ് കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനക്കാരും ഇതിലൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ്. കരാറുകാരൻ അധികൃതരെയും അധികൃതർ വാട്ടർ അതോറിറ്റിയെയും പരസ്പരം പഴിചാരുന്നു. ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സുകളും സ്കൂൾ ബസ്സുകളും യാത്രാ ദുരിതം നേരിടുകയാണ്. വാഹനങ്ങൾ തകരാറിലാകുന്നതും പതിവ് കാഴ്ചയാണ്. 5,26 ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നവീകരിക്കേണ്ടത്. മഴക്കാലമായതോടെ റോഡ് പൂർണ്ണമായും ചെളിക്കുളമായി. ഓട്ടോറിക്ഷകൾ പോലും ഇതുവഴി വരാൻ മടിക്കുകയാണ്. റോഡ് നവീകരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും ഒപ്പ് ശേഖരിച്ച് BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് അരപ്പത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ 5,26 ലക്ഷം രൂപ അനുവദിച്ച് ഏകദേശം 3 വർഷത്തോളമായി. 2021 ഡിസംബർ 28-ാം തീയതി പ്രവർത്തനം ആരംഭിച്ച് 2022 ഡിസംബർ 27-ാം തീയതിയോടുകൂടി പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കേണ്ട റോഡിൻ്റെ അവസ്ഥ 2024 ജൂൺ 25-ാം തീയതിയായും ഇനിയും പ്രവൃത്തി പകുതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഒട്ടനവധി വാഹനങ്ങൾ പ്രതിദിനം കടന്നു പോകുന്ന ഒട്ടനവധി സ്കൂൾ വാഹനങ്ങൾ, അതുപോലെ ഓട്ടോറിക്ഷകൾ, സാധാരണക്കാർ നിരന്തരം ഉപയോഗിക്കുന്ന ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP ഇതിൻ്റെ അധികാരികളെ നിരന്തരം ബന്ധപ്പെട്ടും യാതൊരുവിധ നടപടിയും അധികൃതരിൽ നിന്നും ഇതിൻ്റെ കരാറുകാരിൽ നിന്നും ഉണ്ടാകാത്തതിൻ്റെ പശ്ചാത്തലമായി ഇപ്പോൾ കലക്ടർക്ക് ഒരു മഹാനിവേദനം നൽകാനാണ് BJPയുടെ കേരളശ്ശേരി ഘടകം ഇവിടെ നടപടി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായിൽ കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ കോട്ടായി വറോഡ് വടക്കേപ്പുര വീട്ടിൽ VR ഭാസിയെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് കണ്ടെത്തിയതിനാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നതായി DCC പ്രസിഡന്റ് A തങ്കപ്പൻ അറിയിച്ചു. പോലീസ് വാഹനമിടിച്ച് പരിക്കേറ്റ പാഞ്ഞാൾ പൈങ്കുളം സ്വദേശിനിയായ വീട്ടമ്മയുടെ ചികിത്സാ ചെലവുകൾ പോലീസ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും വഹിച്ചില്ലെന്ന് പരാതി. അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റ പൈങ്കുളം സ്വദേശിനി 41 വയസ്സുള്ള രജനി മാസങ്ങളായി കിടപ്പിലാണ്. മെയ് 11-നാണ് അപകടം നടന്നത്. രജനിയും സുഹൃത്ത് സുജയും ചേർന്ന് സ്കൂട്ടറിൽ കുളപ്പുള്ളിയിലേക്ക് പോകവേ കുളപ്പുള്ളി മെറ്റലിന് സമീപം റോഡിന്റെ വലതുവശത്തേക്ക് തിരിയുന്നതിനിടെ കുളപ്പുള്ളി ഭാഗത്തു നിന്നും എത്തിയ പോലീസ് ജീപ്പ് സ്കൂട്ടറിന് പിറകുവശത്തിരിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ് പരിക്കേറ്റ രജനിയെ പോലീസ് ജീപ്പിൽ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചികിത്സാ ചിലവുകൾ പൂർണ്ണമായും വഹിക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുകയും ചെയ്തു. അപകടത്തിൽ നട്ടെല്ലിന് പരിക്കേൽക്കുകയും തലയിലുണ്ടായ മുറിവിന് സ്റ്റിച്ചിടേണ്ടി വരികയും ചെയ്ത രജനിക്ക് 3 ദിവസത്തോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. 28,000 രൂപയോളമാണ് ബില്ല് അടയ്ക്കേണ്ടതായി വന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ചികിത്സാ ചിലവുകൾ വഹിക്കാമെന്ന് ഉറപ്പു നൽകിയതിനാൽ ബിൽ തുക അടയ്ക്കാതെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് ആശുപത്രി അധികൃതർ വിളിച്ചപ്പോഴാണ് പണം അടച്ചിട്ടില്ലെന്ന് അറിയാൻ സാധിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പകുതി പണം മാത്രമാണ് തന്നതെന്നും മുഴുവൻ ചികിത്സാ ചെലവും വഹിക്കാമെന്നതിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പിന്മാറുകയായിരുന്നുവെന്നും രജനി പറഞ്ഞു. ഷൊർണൂര് ഭാഗത്ത് കുളപ്പുള്ളി മെറ്റലിന്റെ ഭാഗത്തെത്തി ഇപ്പോൾ ഒറ്റപ്പാലം പോലീസ് ജീപ്പ് എതിർദിശയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ ബാക്കിലേക്ക് വന്നിടിച്ചു. ഓവർ സ്പീഡിലാണ് ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. ഇൻഡിക്കേറ്റർ ഇട്ട് 2 പുറം വണ്ടിയില്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞങ്ങൾ വലതുവശത്തുള്ള റോട്ടിലേക്ക് ഇറങ്ങാറുണ്ട്. വണ്ടി ഫ്രണ്ട് വീൽ ഇറങ്ങി ബാക്ക് വീൽ ഒരു ശകരം കൂടിയാണ് ഇറങ്ങാറുള്ളത്. അപ്പോഴാണ് ഡിക്കിയുടെ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് കുത്തിയത്. ഇടിച്ച വഴിക്ക് ഞാൻ തെറിച്ച് വീണു. എൻ്റെ തലയ്ക്ക് 7 തുന്നലുണ്ടായിരുന്നു. പിന്നെ ഈ നട്ടലിൻ്റെ ഇവിടെ അങ്ങനെ ഒരു ഫ്രാക്ചറും വന്ന് നട്ടലിന് പരിക്ക് പറ്റി
അങ്ങനെ അവരുടെ പോലീസുകാരുടെ ജീപ്പിൽ തന്നെ അതിൽ ഒരു പോലീസുകാരൻ യൂണിഫോമിലെല്ലാം ഉണ്ടായിരുന്നു, ഡ്രൈവർ വണ്ടി ഓടിച്ചിരുന്നത്. പിന്നീടാണ് അറിഞ്ഞത് ഒറ്റപ്പാലം സർക്കിളിലെ വണ്ടിയാണ് എന്നുള്ളത്. അങ്ങനെ അവർ പി കെ ദാസ് ആസ്പത്രി കൊണ്ടുപോയി. അവിടുന്ന് ചികിത്സയ്ക്ക് എല്ലാ ചിലവും അവരുടെ വക തന്നെ തരാം, കേസിനൊന്നും പോകണ്ട, അവരെന്നെ വഹിക്കാൻ പറഞ്ഞു. 2 മണിക്കൂറോളം അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് അവർ രണ്ടാളിൽ നമ്പറും തന്നിട്ട് എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞ് അവർ പോയി. പിന്നെ ബില്ലടയ്ക്കേണ്ട നേരത്ത് 2 ദിവസം ഹോസ്പിറ്റലിൽ കടന്നു. ബില്ലടയ്ക്കാൻ നേരത്ത് അവർ പറഞ്ഞു മുഴുവൻ പൈസ അടയ്ക്കാൻ പറ്റില്ല, കുറച്ച് പൈസ അടയ്ക്കുള്ളൂ, അതിനുള്ള പരിക്കൊന്നുമില്ല പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അടച്ചുതരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എഴുതി ഒപ്പിട്ടിട്ട് വീട്ടിലേക്ക് പോന്നു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയാണ്, ബില്ലടച്ചിട്ടില്ല, ബില്ലടയ്ക്കാൻ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പലരിൽ നിന്നും കടം വാങ്ങിയിട്ടാണ് അടച്ചത് ബില്ല്. പിന്നെ അവർ അഡ്രസ്സൊന്നുമില്ല. അപ്പോൾ ഇനി തുടർ ചികിത്സയ്ക്ക് എനിക്ക് 6 മാസത്തെ ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരുന്നത്. ഇനി തുടർ ചികിത്സയ്ക്ക് നല്ല ചിലവ് വരുന്നതാണ്. അപ്പം എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ സിഐയും യൂണിഫോം ധരിക്കാത്ത മറ്റൊരു ഉദ്യോഗസ്ഥനുമാണ് ജീപ്പിലുണ്ടായിരുന്നതെന്ന് രജനി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് ഷൊർണൂർ പോലീസിന് പരാതി നൽകിയെങ്കിലും നടപടിയായില്ല. കൂലിപ്പണിക്കാരനായ ഭർത്താവ് രാജഗോപാലിന്റെ ഏക വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞുവരുന്നത്. അതിനിടയിൽ രജനിയുടെ ചികിത്സാ ചെലവുകൾക്കായി പണം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടിലുമാണ് കുടുംബം. വാഹനാപകടങ്ങൾക്കുള്ള ഇൻഷുറൻസ് തുക പോലും ലഭിച്ചിട്ടില്ലെന്ന് രജനി പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും രജനി പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ക്ലാസ്സിൽ തളർന്നു വീണ വിദ്യാർത്ഥി മരിച്ചു. ആയക്കുറിശ്ശി കമ്പ്രംകുന്ന് വിനോദ് ബിൻസി ദമ്പതികളുടെ മകൻ 10 വയസ്സുകാരൻ അഭിനവാണ് മരിച്ചത്. പെരിങ്ങോട്ടുകുറിശ്ശി സർക്കാർ ഹൈസ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ്സിൽ മയങ്ങി വീണത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിക്ക് ചെറുപ്പത്തിലെ അപസ്മാര രോഗമുണ്ടെന്നും അതാവാം മരണകാരണമെന്നും സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിലേക്ക് ഒഴുകിയെത്തിയ സാൻ ഫെർണാണ്ടോയിൽ മലയാളിയുടെയും സേവന സാന്നിധ്യം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് നങ്കൂരമിട്ടപ്പോൾ കപ്പലിലെ ഏക മലയാളിയായ വാണിയംകുളം സ്വദേശി പ്രജീഷിനും കുടുംബത്തിനും അത് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിറവായി. കപ്പലിലെ മറൈൻ ഇലക്ട്രിക്കൽ ഓഫീസറാണ് 38-കാരനായ പ്രജീഷ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യമെത്തിയ കപ്പലിലെ ഏക മലയാളിയാണ് വാണിയംകുളം അജീഷ് നിവാസിൽ 38 വയസ്സുള്ള പ്രജീഷ്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം യാഥാർത്ഥ്യമായപ്പോൾ സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് ഇവിടെ നങ്കൂരമിടുമ്പോൾ അതിലെ ജോലിക്കാരനാണ് പ്രജീഷ്. 28-ാം വയസ്സിൽ കപ്പലിൽ ജോലിയിൽ പ്രവേശിച്ചതാണ്. സാൻ ഫെർണാണ്ടോ മദർഷിപ്പിൽ ജോലിയിൽ പ്രവേശിച്ചിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. ജോലിയിൽ പ്രവേശിച്ച ശേഷം 3 കമ്പനികൾക്ക് കീഴിൽ ജീവനക്കാരനായി. ലോകത്തെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിലെ ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ചിട്ട് 1 വർഷം തികയുന്നതിനു മുമ്പാണ് ഈ അപൂർവ നിമിഷത്തിൻ്റെ ഭാഗമാകാൻ പ്രജീഷിന് കഴിഞ്ഞത്. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിൻ്റെ സ്വപ്ന ദൗത്യം നിറവേറുമ്പോൾ പ്രജീഷിൻ്റെ കുടുംബം വലിയ ആഹ്ലാദത്തിലാണ്. ജൂലൈ 2-ന് ചൈനയിലെ സിയാമെൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട മെസ്കിൻ്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് വ്യാഴാഴ്ച രാവിലെ 7:15 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔട്ടർ ഏരിയയിലെത്തിയത്. പ്രജീഷ് അടക്കം 5 ഇന്ത്യക്കാരും 17 വിദേശികളും ഉൾപ്പെടെ 22 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ ചരിത്ര ദൗത്യത്തിന് തുടക്കം കുറിക്കുന്ന മുഹൂർത്തത്തിൽ തൻ്റെ മകനും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് പ്രജീഷിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു. എൻ്റെ മകൻ 10 വർഷമായിട്ട് മർച്ചൻ്റ് നേവിയിൽ ഉദ്യോഗാർത്ഥിയാണ്. ജോലി ചെയ്യുന്നുണ്ട്. ഇന്നലെ ചൈനയിൽ നിന്നും സിയാമൻ എന്ന കപ്പലിൽ സിയാമൻ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ കപ്പലിൽ എൻ്റെ മകനും കൂടി ഉണ്ടായിരുന്നതിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ പങ്കാളിയായതിന് ഞാൻ അഭിമാനിക്കുന്നു. ലോകശ്രദ്ധ നേടി വിഴിഞ്ഞം തീരം തൊട്ട ആദ്യത്തെ കപ്പലിൽ ജീവനക്കാരനായതിൽ അഭിമാനമുണ്ടെന്ന് പ്രജീഷ് പറഞ്ഞു. പോളിടെക്നിക് പഠനത്തിന് ശേഷം മറൈൻ ഷിപ്പ് കോഴ്സ് ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചപ്പോഴാണ് കുടുംബം പഠനത്തിനുള്ള സൗകര്യമൊരുക്കിയത്. വാണിയംകുളം അങ്ങാടിയിൽ അജീഷ് നിവാസിൽ ഗോവിന്ദരാജ് ശശിപ്രഭ ദമ്പതികളുടെ മകനാണ് പ്രജീഷ്. ഭാര്യ ശരണ്യ, മകൻ വിഹാൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പേരൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മേഖലയാണ് നമ്മൾ പശുവിനെ വളർത്തുക. ജീവനുള്ള നമ്മുടെ പശു എന്ന് പറയുന്നത്. അതിനെ നോക്കാനും അതിനെ വളർത്താനും അതിന് സമയത്തിനനുസരിച്ച് അതിനു വേണ്ടിയുള്ള തീറ്റപ്പുല്ല് ഉണ്ടാക്കാനും ഭക്ഷണം കൊടുക്കാനും എല്ലാം. അതുപോലെ പശുവിനെ കറന്ന് ആ പാല് വിപണനം നടത്തുന്നത് വരെ നമ്മൾ അതിനുള്ള ഒരു ഭാഗമായിട്ട് നമ്മൾ പോകുന്നു. പക്ഷെ ആ വിപണനം കഴിഞ്ഞതിന് ശേഷം പാലുണ്ട് ഉത്പാദിപ്പിച്ച ആ പാലുണ്ട് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്ഷീരവികസന വകുപ്പിന്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്ഷീരമൈത്രി ക്ഷീര കർഷക സമ്പർക്ക പരിപാടിയിൽ പേരൂർ ക്ഷീരസംഘം പ്രസിഡന്റ് പി സുരേന്ദ്രൻ അധ്യക്ഷനായി. ഒറ്റപ്പാലം ക്ഷീരവികസന വകുപ്പ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പ്രസന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ലാസ് എടുത്തു. സംഘം വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ്, ഡയറക്ടർ ഹേമമാലിനി തുടങ്ങിയവർ സംസാരിച്ചു. സംഘം ഡയറക്ടർമാർ, ക്ഷീര കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട്ട് സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആരോഗ്യ സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് തുടക്കം. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച യാത്ര DDE പി സുനിജ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമാണ് സമ്പത്ത് എന്ന സന്ദേശമുയർത്തിയാണ് സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പാലക്കാട് മണ്ഡലത്തിൽ ആരോഗ്യ സംരക്ഷണ സന്ദേശയാത്ര 2024 സംഘടിപ്പിക്കുന്നത്. ഗവൺമെന്റ് മോയൻസ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച യാത്ര DDE പി സുനിജ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വൈസ് പ്രസിഡന്റ് ജോസ് ചാലക്ക അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ JM ബിൽജ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ പ്രസിഡന്റ് സണ്ണി MJ മണ്ഡപത്തിൻകുന്നിൽ, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ MN സുരേഷ് ബാബു, പ്രധാനാധ്യാപിക പ്രീജ, സോളമൻ പയസ്, ബിൻസ്, ഡോക്ടർ ഫിറോസ് ഖാൻ, രാധാകൃഷ്ണൻ സായൂജ് എന്നിവർ പ്രസംഗിച്ചു. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട 32 സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച ബോർഡ് DDE പി സുനിജ പ്രധാനാധ്യാപിക പ്രീജയ്ക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് കുഴൽമന്ദം മേഖലയുടെ നേതൃത്വത്തിൽ കൂട്ട് പരിപാടി സംഘടിപ്പിച്ചു. കോട്ടായി പോസ്റ്റ് ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി NFPE മഹിളാ സർക്കിൾ കമ്മിറ്റി അംഗം MN ലതാദേവി ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കൂട്ടുന്ന പരിപാടിയിൽ നമ്മുടെ യൂണിയന്റെ പ്രവർത്തക സമിതിയിൽ വലിയ ചർച്ച നടന്നു. അപ്പോ നമ്മൾ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ജീവനക്കാർ ഇങ്ങോട്ട് വരണം എന്ന് വാശി പിടിക്കുന്ന തലമുറയല്ല, യൂണിയൻ ജീവനക്കാരുടെ അടുത്തേക്ക് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറേണ്ടതുണ്ട്. പോസ്റ്റ് മാസ്റ്റർ ബിന്ദു മോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ B പ്രസാദ് സ്വാഗതം ആശംസിച്ചു. P4 അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് P ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സർവീസ് മേഖലയെ സംബന്ധിച്ച് ജയകുമാർ ക്ലാസ് എടുത്തു. P3 ഡിവിഷൻ സെക്രട്ടറി വൈശാഖ്, P4 ഡിവിഷൻ സെക്രട്ടറി വിൻസെന്റ്, GDS യൂണിയൻ സെക്രട്ടറി വിജയഗോപാൽ, P4 വൈസ് പ്രസിഡന്റ് ശശി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിക്ക് ആശ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുതുരുത്തി സർക്കാർ LP സ്കൂളിൽ നിർമ്മിച്ച ശുചിത്വ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് ശുചിത്വ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ശുചിത്വ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് നിർവഹിച്ചു. വ്യക്തി ശുചിത്വം പോലെ തന്നെ സാമൂഹികമായ ഉത്തരവാദിത്വം ശുചിത്വത്തിന്റെ കാര്യത്തിൽ, പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിലൊക്കെ നല്ല നിലയിൽ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയും. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV സുചിത്ര, PTA പ്രസിഡന്റ് EK അലി, SMC ചെയർപേഴ്സൺ രശ്മി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ PM നൌഫൽ സ്വാഗതവും പ്രധാന അധ്യാപകൻ PK മോഹനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ജനാധിപത്യത്തിലേക്ക് തിരികെ എത്തുന്നതിന്റെ സൂചികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാനായില്ലെങ്കിലും ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു. പണാധിപത്യത്തിൽ അഭിരമിച്ച് മാർക്സിയൻ മൂല്യങ്ങളെ ബലികഴിക്കുന്ന CPM-ൽ ആഭ്യന്തര കലഹം മൂലമുള്ള പൊട്ടിത്തെറി അകലെയല്ലെന്നും CP ജോൺ. പാലക്കാട്ട് CMP ജില്ലാ പ്രവർത്തക കൺവെൻഷൻ. യൂത്ത് കോൺഗ്രസ് യങ് ഇന്ത്യ ക്യാമ്പയിന് പാലക്കാട് ജില്ലയിൽ തുടക്കം. ആദ്യ ക്യാമ്പയിൻ തൃത്താലയിൽ.
പട്ടാമ്പിയിൽ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ്. താഴെത്തട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്താൻ യൂത്ത് കോൺഗ്രസ് ശക്തിപ്പെടണം. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും രോഗികളോടുള്ള നിഷേധാത്മക സമീപനത്തിനും സൂപ്രണ്ടിന്റെ അനാസ്ഥയ്ക്കുമെതിരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. സർക്കാരിനെതിരെ ജനവികാരമുണ്ടാക്കാൻ ആശുപത്രിയിൽ ചിലർ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ടെന്ന് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ.സി. റിയാസുദ്ദീൻ. ആശുപത്രിയിലെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒറ്റപ്പാലം നഗരസഭ അധികൃതർ. തൃശൂർ മേയർ എം.കെ. വർഗീസിനെതിരെ ആഞ്ഞടിച്ച് വി.എസ്. സുനിൽകുമാർ. തെരഞ്ഞെടുപ്പിൽ വർഗീസ് ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു. മേയർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് പരിഗണനയിലുണ്ടെന്ന് തൃശൂർ ഡി.സി.സി. പ്രസിഡന്റ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിലെ കാലതാമസത്തിനെതിരെ കോൺഗ്രസ്. മേലെ മഞ്ഞളുങ്ങലിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സ്വതന്ത്ര നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ലോക്കോ പൈലറ്റ് സമരത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്തെങ്കിലും മറ്റ് അച്ചടക്ക നടപടികൾ തുടരുമെന്ന് റെയിൽവേ. സമരത്തിന് കാരണമായി സംഘടന പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പാലക്കാട് ഡിവിഷൻ അഡീഷണൽ ഡിവിഷണൽ മാനേജർ കെ. അനിൽകുമാർ. വടക്കൻ കേരളത്തിലെ ട്രെയിനുകളിലെ വൻ തിരക്ക് കുറയ്ക്കാൻ പ്രദേശത്തെ ഓഫീസുകളുടെ പ്രവർത്തന സമയം ക്രമീകരിക്കാനുള്ള സാധ്യത തേടി സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും ADRM. പോലീസ് വാഹനമിടിച്ച് പരിക്കേറ്റ ചെറുതുരുത്തി പയങ്കുളം സ്വദേശിനിയായ വീട്ടമ്മയുടെ ചികിത്സാ ചെലവ് പോലീസ് പൂർണ്ണമായും വഹിച്ചില്ലെന്ന് പരാതി. നട്ടലിന് പരിക്കേറ്റ 41 വയസ്സുള്ള രജനി ഇപ്പോഴും ചികിത്സയിൽ. അപകടം നടന്നത് കഴിഞ്ഞ മെയ് 11 കൊളപ്പുള്ളി മെറ്റൽ ഇൻഡസ്ട്രീസ് പരിസരത്ത് വെച്ച്. പെരുമോട്ടുകുറിശ്ശിയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥി ക്ലാസ് മുറിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.